അതേപോലെ തന്നെ ഇവരുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഫ്രിക്കൻ ഒറിജിനാണ് ഇപ്പോൾ വിശ്വസിക്കുന്ന തിയറി, അതാണ് പ്രൂവ്ഡ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ജാതി വ്യത്യാസങ്ങളെ കുറിച്ച് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി പഠിക്കുകയും അതിനെ പറ്റിയിട്ട് പലരും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളൊക്കെ ആക്ച്വൽ ആഫ്രിക്കക്കാരാണ് അല്ലേ? അത് അങ്ങനെയല്ലേ? മനുഷ്യൻ ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിന് ആഫ്രിക്ക എന്നാരും വിളിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ആഫ്രിക്ക എന്ന് തന്നെ വിളിക്കുന്നത്. ഇന്ന് ആഫ്രിക്ക എന്ന് നമ്മൾ വിളിക്കുന്നത് മധ്യ പൂർവ്വ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് മനുഷ്യന്റെ വംശം ആദ്യമായിട്ട് ഉണ്ടായതായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ടാൻസാനിയൊക്കെ വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇരുകാലിൽ നടന്ന ഒരു ജീവിയുടെ ഫുട് പ്രിന്റ്സിന്റെ തെളിവ് കിടക്കുന്നത് ടാൻസാനിയയിലാണ്. ലൈറ്റൊളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആ ഫുട് പ്രിന്റ്സ് ഇങ്ങനെ പ്രിസർവ്ഡ് ആണ്. അത് പക്ഷേ മനുഷ്യൻ്റെ അല്ല, അതിന് ഏതാണ്ട് 38 ലക്ഷം വർഷം പഴക്കമുണ്ട്. ഹോമോസാപ്പിയൻസ് ഇല്ല. അത് ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഇരുകാലി നടത്തിൽ നമ്മുടെ പൂർവികനായിരുന്ന ആളാണെന്ന് നമുക്ക് കരുതുന്നു. രണ്ടുപേര് നടന്നു പോയതായിട്ടാണ്. അതിലെ മനുഷ്യർ ഒരാളുടെ ഒരു കാല് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ വരുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നെന്നും അതൊരു പക്ഷേ ഒക്കത്ത് വെച്ചിരുന്ന ഒരു കുഞ്ഞായിരിക്കാം എന്നൊക്കെ ഊഹിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ അതാണ് ഈ ആർക്കിയോളജിയുടെ ഒക്കെ ഒരു ഭംഗി. ഇങ്ങനെയുള്ള പലതും നമ്മൾ ഊഹിച്ചെടുക്കും. എന്നിട്ട് അവിടെ നിന്നുള്ള യാത്ര കൂടി ഒന്ന് പറയൂ. ആ യാത്ര ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ യാത്ര. കാരണം ഒന്ന്, നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ ഈ യാത്ര എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ചെറുപ്പക്കാർക്കെങ്കിലും, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ യാത്ര എന്ന് പറയുന്ന വാക്ക് ഇത്തിരി മിസ്ലീഡിങ് ആണ്. യാത്ര അല്ല അത്. അതായത് ഇവർ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ സ്പ്രെഡ് ചെയ്യുന്നത്. അവർ യാത്രയല്ല ചെയ്തിരിക്കുന്നത്, അവർ മൈഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ യാത്ര എന്ന് പറഞ്ഞ നമ്മൾ സ്ഥലത്ത് പോയിട്ട് വരുന്നത്. അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അവർ കൃഷി ചെയ്യുന്നവരല്ല, ഇന്നത്തെ പോലെ സെറ്റിൽഡ് അല്ല. അപ്പോൾ അവിടെയൊക്കെ വേട്ടയാടാൻ പറ്റുന്ന ജീവികളൊക്കെ വേട്ടയാടുന്നു, കിട്ടുന്ന കിഴങ്ങുകളൊക്കെ ഭക്ഷിക്കുന്നു, പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ റിസോഴ്സ് ഷോർട്ടേജ് വരും. അപ്പോൾ അവർ കൂടുതൽ റിസോഴ്സുള്ള സ്ഥലത്തേക്ക് നീങ്ങാൻ തുടങ്ങും പതിയെ. എന്നിട്ട് അവിടെ അവർക്ക് വീടില്ലല്ലോ, അവർ കുറച്ചുകൂടെ നീങ്ങി അവിടെ അങ്ങ് താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ചിലപ്പം കുറേ നാളൊക്കെ അവിടെ കഴിയുമായിരിക്കും. പിന്നെയും പതിയെ നീങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ നീങ്ങുന്ന പിന്നെ അടുത്ത തലമുറയാണ്. അപ്പം ഈ പ്രായമായവർ എന്ന് പറഞ്ഞൊരു വിഭാഗമൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാകും. നമ്മുടെ അന്നത്തേക്ക് ഒരു ആവറേജ് ലൈഫ് സ്പാൻ 30-32 വയസ്സൊക്കെയാണ്. അപ്പം വാർദ്ധക്യമൊന്നുമില്ല. അതിന് മുമ്പേ എന്തെങ്കിലും, അതായത് ഒരു മുള്ളു കൊണ്ടാൽ മതി ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകും. ഇന്നത്തെ പോലെ ലക്ഷറി ഒന്നുമില്ല. അതായത് മുള്ളു കൊണ്ടാൽ നമുക്ക് സാധാരണ എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ജീവിച്ച് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ബാക്ടീരിയകളും അമീബകളും ഒക്കെ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിലൂടെ ഇവയ്ക്കൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഒരു മുറിവ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കട്ട് റീജിയൻ. അപ്പോൾ അതാണ് ഇൻഫെക്ഷൻ അടിക്കുന്നത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആയുസ് വളരെ കുറവാണ്. അപ്പോൾ ഇവർ അടുത്ത തലമുറ പതുക്കെ നീങ്ങി ഇവരറിയുന്നില്ല ഇവർ യാത്ര ചെയ്യാണ്. പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഇവരൊരു തീരം പിടിച്ചാൽ പോകുന്നത്. വെള്ളം വേണം എപ്പോഴും, വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു കടലിടുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ അത് ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. അത് 3 തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവൻറ്റ് അതിൽ ഉണ്ടായവരല്ല. നമ്മൾ ആദ്യത്തേലൊന്നും നമ്മളില്ല, അവർ സർവേ പോയിട്ടുണ്ട്. അത് ആദ്യം വരുന്ന ഹോമോസാപ്പിയൻസും അല്ല, മറ്റേ ഹോമോ ഇറക്ടസ് ആണ്. ഇതിങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു 70,000 വർഷം മുമ്പ് ഒരു 100 പേരടങ്ങുന്ന ഒരു സംഘം, അത്രേ ഉള്ളൂ. അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഗ്രൂപ്പുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് വന്നവരുടെ ഇവോൾവ് ചെയ്താണ് ഈ നിയാൻഡർതാൽസ് ഒക്കെ ഉണ്ടായേക്കുന്നത്. ഈ ഹോമോ ഇറക്ടസ് സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം വന്നവർ ഇവിടെ എത്തി, പക്ഷെ അവർക്ക് ഇവോൾവ് ആയി ഹോമോസാപ്പിയൻസ് ഒന്നും ആവാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഇത് പിന്നെ ഹോമോസാപ്പിയൻസ് ആയി പതുക്കെ നീങ്ങി അവരൊരു 70,000 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ, അതാണ് ഈ ഏറ്റവും റീസെന്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവന്റ് എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഇവർ കുറച്ചുകൂടെയൊക്കെ സക്സസ് ചെയ്ത് ഇന്ത്യയിൽ വന്നു, ക്രോസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി. വളരെ പെട്ടെന്ന് അവരവിടെ എത്തി ഓസ്ട്രേലിയയിൽ. അപ്പം കാലാവസ്ഥ മാറ്റം അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു. അതായത് ആ സമയത്ത് ഇന്ന് നമ്മൾ കടലിൽ നിന്ന് വിളിക്കുന്ന പല ഭാഗങ്ങളിൽ ഇത്രയും ആഴമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്നിട്ടും ശരിക്കും ഇത്രയും വർഷം മുമ്പ് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തുക എന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ 1969 മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതിനേക്കാളും വലിയ സംഭവമാണ്. കാരണം അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അന്ന് അവരുടെ ഒന്നുമില്ല, അത് വെച്ചിട്ട് ഈ കടൽ ക്രോസ് ചെയ്ത് അവിടെ എത്തി. എനിക്ക് ഇതാണ് കേട്ടോ മനുഷ്യരുടെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്, നമ്മൾ എവിടെയും സർവൈവ് ചെയ്യണം. നമ്മൾ അമ്മാതിരി കളികൾ കളിച്ചാണ് ഇത് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അത് ചാടുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് ഏഷ്യയിൽ നിന്നാണ് അവർ അമേരിക്കയിലോട്ട് പോകുന്നത്. ബെറിങ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് ഇത്രയും ആഴമില്ല. അവരത് ക്രോസ് ചെയ്ത് കടൽ ക്രോസ് ചെയ്ത് ഒരു അപ്പുറത്തേക്ക് പോകുന്നു. അവരാണ് പിന്നെ ഈ അമേരിക്കയെ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഏത് നമ്മളിന്ന് നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോഴത്തെ അമേരിക്കക്കാർ പിന്നെ ബ്രിട്ടനിൽ നിന്ന് അടുത്തിറക്കി പോയ ആൾക്കാർ. അങ്ങനെ ഈ ഒരു പോപ്പുലേറ്റിംഗ് എർത്ത് എന്ന് വിളിക്കുന്ന അത് പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്.
ഈ നമ്മൾ പറഞ്ഞ മനുഷ്യന്റെ ഈ 70,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് ബാക്കി ഈ വെളിയിൽ കാണുന്ന ബാക്കി മുഴുവൻ മനുഷ്യരും. ഇതിൽ അമേരിക്കക്കാരൻ, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ കരി, ഈ എല്ലാവരും ഇന്ത്യക്കാര്, ഏഷ്യക്കാരെന്നൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമില്ല, അന്റാർട്ടിക്കക്കാരാണ്. അവിടെ നമുക്ക് എത്താൻ പറ്റില്ല. അത് 1800-കളിലാണ് ഒരാൾ ആദ്യമായിട്ട് അവിടെ എത്തിപ്പെടുന്നത്. കാരണം അവിടെ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ കുറച്ച് പെൻഗ്വിൻസും അങ്ങനെ 1-2 ജീവികളേ ഉള്ളൂ. കാരണം അത് ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് അന്റാർട്ടിക്കയാണ്. അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കോണ്ടിനെന്റിലേക്കും നമ്മൾ വളരെ നേരത്തെ ഒരു 10-40,000 വർഷത്തിനിടെ നമ്മൾ മുഴുവൻ കവർ ചെയ്തു. നമ്മളങ്ങ് വടക്കേ ദൂരത്തിലോട്ട് പോയി. കാനഡയുടെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളിന്ന് പൊതുവിൽ എസ്കിമോസ് നമ്മൾ പഠിച്ചിട്ടുള്ള അവരെ എസ്കിമോസ് എന്ന് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഈ എസ്കിമോസ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അതിൽ ഇനിയൂട്ട് എന്നൊക്കെ പറഞ്ഞ ട്രൈബുകളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. അവിടെ ഒരു ചെടി വളരില്ല. അപ്പം മനുഷ്യൻ അത്രയും വലിയ സംഭവ ബഹുലമായിട്ടുള്ള യാത്രകൾ നടത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ യാത്രക്കിടയിലാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം. ഈജിപ്തിലെ പിരമിഡ് ആഫ്രിക്കയിലായിരിക്കുന്നത്. അത് പക്ഷേ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നവർ തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുന്ന് ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മനുഷ്യന്റെ പുറത്തേക്കുള്ള വരവിനെ നമ്മളൊരു കഥയായിട്ട് പറഞ്ഞാൽ അത് ഹൈലി നോൺ ലീനിയർ ആണ്. ഒറ്റ ഇങ്ങനെ ഒരു കഥ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജാതി വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ പഠനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ പരസ്പരം എങ്ങനെയാണ് ഇഴകലർന്നത്, അത് സെക്സ് ചെയ്താലേ നമുക്ക് ജീനിൽ ഇത് കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ സെക്സ് ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പുലയന്മാരുമായിട്ട് ഇവരെല്ലാവരും ജാതി വ്യത്യാസം ഇല്ലാതെ സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യർ അവരായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ജാതി വ്യത്യാസമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ജാതി വ്യത്യാസത്തെ എങ്ങനെയാണ് ശാസ്ത്രീയമായി നോക്കിക്കാണുക? മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെപ്പോഴും ഈ ബ്രീഡിങ് വഴിയാണ് ഈ വ്യത്യാസങ്ങൾ സ്പ്രെഡ് ആകുന്നോ അതോ മിക്സ് ആകുന്നോ എന്ന് തീരുമാനിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഈസ്റ്റ് ഏഷ്യക്കാരും അമേരിക്കൻസും നേറ്റീവ് അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ കാണാൻ വ്യത്യസ്തരാണല്ലോ. നമ്മൾ മംഗ്ലോയിഡ് എന്നും കോക്കസോയിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന പലതരം ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്സിലെ ഒരു 0.01% ഡിഫറൻസ് പോലും അല്ല. ഇത് അവർ മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയിരക്കണക്കിന് വർഷം അതേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണമിക്കുന്നതാണ് ഈ വ്യത്യാസം, തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ. നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റിലെ UV റേസിൻ്റെ സഹായം വേണം. നമ്മളിപ്പോഴും ഈ UVയെ അൾട്രാവയലറ്റിനെ കുറ്റം പറയുമെങ്കിൽ അൾട്രാവയലറ്റ് ഇല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ഇത്രയും വെയിൽ എന്ന് പറഞ്ഞാൽ UV റേസ് ഒരുപാട് കിട്ടും. ക്യാൻസറസാണ്. അപ്പോൾ ആ UV റേസ് മൊത്തം ശരീരത്തിനകത്ത് പോകാത്ത രീതിയിൽ ഒരു മെക്കാനിസം നമുക്ക് ഇവോൾവ് ചെയ്ത് വന്നു. അതാണ് നമ്മുടെ മെലനിൻ എന്ന് പറയുന്നത്, സ്കിൻ കളർ. അപ്പോൾ ഈ കളർ വെച്ച് യൂറോപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം മുഴുവൻ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ മെലനിൻ ലോസ് ആണ് സ്വാഭാവികമായിട്ട് വന്നത്. അപ്പം ഇതുപോലെയാണ് ഈ വ്യത്യാസങ്ങൾ. ഈ ആഫ്രിക്കക്കാർ കറുത്തിരിക്കുകയും ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിൽ വന്ന് യൂറോപ്യൻസായി മാറിയ ആൾക്കാർ വെളുത്തിരിക്കുകയും ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ്. അതൊക്കെ ആ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ ജനറ്റിക് വ്യത്യാസം നമുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യക്കാർ ബേസിക്കലി ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ഒന്നും അടിവറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നടന്നു പോകുന്ന വയറും പിറകെ പോകുന്ന ഉടമസ്ഥനും ആയിട്ട് ഇന്ത്യക്കാർ വണ്ണം വെക്കും. പക്ഷേ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അവർ മൊത്തത്തിലാണ് വണ്ണം വെക്കും. ശ്രദ്ധിച്ചു, അവർക്ക് അങ്ങനെ വയറല്ല ഇറക്കും. അവരുടെ ഒബിസിറ്റി, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒബിസ് ആൾക്കാരുള്ളത് അമേരിക്കയിലാണ്. പക്ഷേ ഇങ്ങനെ തോന്നില്ല നമുക്ക്. അത് ജനറ്റിക് ഡിഫറൻസ് ആണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ജനറ്റിക് ഡിഫറൻസ് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ ചില രോഗങ്ങളോട് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ചില ആളുകൾ കൂടുതൽ സസെപ്റ്റബിൾ ആയിരിക്കും. ഇതെല്ലാം ഉള്ള ജനറ്റിക് ഡിഫറൻസസ് ആണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ജാതി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇന്റർബ്രീഡിങ് ഇല്ലാതെ വരുമ്പം ഈ സവിശേഷതകൾ, ഫിസിക്കലായിട്ടുള്ളത്, ബിഹേവിയർ ആയിട്ടുള്ള സവിശേഷതകൾ അവിടെ തന്നെ അങ്ങനെ ആ ഗ്രൂപ്പിനകത്ത് തന്നെ നിൽക്കും. കാരണം ഇവർ വേറെ ആരുമായിട്ട് ഇങ്ങനെ ചേരുന്നില്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രൂപവും ഒക്കെ നമ്മുടെ ജെനറ്റിക്സ് ആണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് നമ്മൾ വളർന്ന സാഹചര്യത്തിൻ്റെ ഒരു കണ്ടീഷനിങ് ഉണ്ട്. നേച്ചർ വേഴ്സസ് നെർച്ചർ എന്ന് എപ്പോഴും പറയുന്നത്. രണ്ടും നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റത്തില്ല, ഏതാണ് നേച്ചർ ഏതാണ് നെർച്ചർ. പക്ഷേ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ നേച്ചർ പക്ഷേ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഈ ബ്രീഡ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ താവഴി എന്നാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അമ്മ വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനൊരു പിന്നിലൊരു സയൻസ് ഉണ്ട്. അതായത് 2 കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒറ്റ കോശമാണ് നമ്മളെല്ലാവരുടെയും തുടക്കം. അതായത് ഒരു സ്പേമും ഒരു എഗ്ഗും കൂടി ചേർന്ന് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്. ഈ സൈഗോട്ടാണ് പിന്നെ എംബ്രിയോ ആയിട്ട് വളരുന്നത്. ആ ഒരു സെല്ല് വളർന്ന് കൂടുതൽ സെല്ലുകളായിട്ട് മാറുന്നു. അത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പലതരം സെല്ലുകളായിട്ട് മാറും. അങ്ങനെയാണ് ജീവി വളരുന്നത്. അപ്പോൾ ഈ ആദ്യം കമ്പൈൻ ചെയ്യുന്ന 2 കോശങ്ങളിൽ 2നും 2 തരം
പകുതി DNA ആണുള്ളത്, പകുതി ജെനറ്റിക്സ് ആണുള്ളത്. ക്രോമസോമുകളുടെ ഓരോ ജോഡി വീതമാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സ്പേം ഉണ്ടാകുമ്പോൾ എൻ്റെ ജനിതകത്തിൻ്റെ പകുതിയാണ് അതിനകത്ത് ഉണ്ടാവുക, ക്രോമസോമുകളുടെ പകുതി. വേറൊരു സ്ത്രീയിൽ ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ പകുതി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു ഫുൾ ജെനറ്റിക്സ്, ഒരു ക്രോമസോം സെറ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഇതിൽ നമ്മൾ DNA എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സെല്ലിൻ്റെ ന്യൂക്ലിയസിലാണെന്ന് അറിയാം. അതായത് നമ്മുടെ എല്ലാം ജീവകോശങ്ങളുടെ ഉള്ളിൽ ഒരു മർമ്മമാണ്. ഈ ന്യൂക്ലിയസിനകത്താണ് ഈ ക്രോമസോമുകൾ ഇരിക്കുന്നത്. ക്രോമസോമാണ് ബേസിക്കലി DNA കണ്ടെയ്ൻ ചെയ്യുന്നത്. പക്ഷേ ഈ കോശത്തിൽ വേറൊരു സ്ഥലത്തൂടെ DNA ഉണ്ട്. അത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശത്തിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു പാർട്ടുണ്ട്. ഈ മൈറ്റോകോൺട്രിയ പണ്ടൊരു ഇൻഡിപെൻഡൻറ്റ് ജീവിയായിരുന്നു. ഈ ഒരു സെല്ലിനകത്ത് കയറി പറ്റിയപ്പോൾ ഇയാൾക്ക് എനർജി ഉണ്ടാക്കാനും അറിയാം, മറ്റേ സെല്ലിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ മറ്റേ ആൾക്ക് ഇനി എനർജി ഉണ്ടാക്കണ്ടേ, ഇവൻ എനർജി കിട്ടും. അപ്പോൾ ഇവർ തമ്മിലൊരു സഹകരണ സംഘം ഉണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന യൂക്കാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്ന കോംപ്ലക്സ് കോശത്തിനകത്തുള്ള മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ടൊരു ജീനുണ്ട്, mDNA, മൈറ്റോകോൺട്രിയൽ DNA എന്നാണ് വിളിക്കുന്നത്. ഈ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പേം എഗ്ഗും ഫ്യൂസ് ചെയ്യുമ്പോൾ സ്പേമിൻ്റെ 1000 മടങ്ങാണ് എഗ്ഗ് വലിപ്പം. അപ്പോൾ ഈ എഗ്ഗിനകത്തേക്ക് സ്പേം ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പേമിനകത്ത് ഉള്ള DNA ഇത് ഈ മൈറ്റോകോൺട്രിയനകത്ത് കയറില്ല. മൈറ്റോകോൺട്രിയ ഒന്നോ രണ്ടൊക്കെ കാണുള്ളൂ, അത് ഇങ്ങ് എത്തത്തില്ല. കാരണം സെല്ല് വലുതായതുകൊണ്ട് എഗ്ഗിനകത്താണ് മൈറ്റോകോൺട്രിയ ഉള്ളത്. അപ്പം ഈ ഫോം ചെയ്യുന്ന സെല്ലിൽ ഉള്ള ഈ മൈറ്റോകോൺട്രിയ അമ്മയുടെ എഗ്ഗാണ്, അമ്മയുടെ മൈറ്റോകോൺട്രിയാണ്. അച്ഛൻ്റെ മൈറ്റോകോൺട്രിയ അതിനകത്തില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു മൈറ്റോകോൺട്രിയൽ DNA ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെ തന്നെ ആവുള്ളൂ. അമ്മയുടെ ശരീരത്തിലുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അമ്മയുടേതേ ആവുള്ളൂ, അമ്മയുടെ അച്ഛൻ്റെതാവില്ല. അമ്മയുടെ ഇരിക്കുന്നത് ആ അമ്മയുടെ തന്നെ ആയിരിക്കും. അതായത് ഈ അമ്മ വഴി ട്രേസ് ചെയ്യാൻ മൈറ്റോകോൺട്രിയൽ DNA എടുത്താൽ മതി. മറ്റത് മിക്സ് ആവുന്നുണ്ട്, മൈറ്റോകോൺട്രിയൽ DNA മിക്സ് ആവില്ല. ഇങ്ങനെയാണ് നമ്മൾ താവഴി അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു, എത്ര പെർസെൻറ്റേജ് കലർന്നിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് കലരാതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സയൻസിലൂടെ താവഴി അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിതൃത്വ തർക്കമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം DNA പരിശോധനയ്ക്ക് പോകുമല്ലോ. DNA പരിശോധനയിൽ ഇന്ന് ആർക്കും തർക്കമില്ല. പക്ഷേ ഇതേ DNA അടിസ്ഥാനത്തിലാണ് മൈഗ്രേഷനും മിക്സിങ്ങും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് ആൾക്കാർ തർക്കിക്കും. സയൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇഷ്ടമുള്ളത് വെച്ചിട്ട് ബാക്കി അവിടെ വെക്കാൻ പറ്റില്ല, ഒറ്റ പാക്കേജാണ്. അപ്പം നമുക്കിന്ന് ജെനറ്റിക്സിൻ്റെയൊക്കെ സഹായത്തോടെ നമുക്ക് നന്നായിട്ട് അറിയാം മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം വളരെ 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 സൂപ്പർഫിഷ്യലായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത്. ഇത് മാത്രമല്ല, ഞാനൊരു കോഴിയും തമ്മിൽ 60% ജനിതക സാമ്യമുണ്ട്. ഓക്കെ, ഒരു കൊച്ചുമായിട്ടും ഉണ്ടാവും ഏതാണ്ട് അത്ര ശതമാനം. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുന്നത് മനുഷ്യർക്ക് കുറച്ച് കോഗ്നിറ്റീവ് എബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മളെന്തോ പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളായിരുന്നു. അല്ല, എല്ലാവരും പരിണാമത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജീവികളാണ്. ഇത് പല ബ്രാഞ്ചസ് ആണ്. ഓക്കെ, അവരെല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, പല രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. നമുക്ക് പട്ടിയുടെ മണം പിടിക്കൽ നമുക്ക് പറ്റത്തില്ല. പാറ്റ ജീവിക്കുന്ന പോലെ നമുക്ക് സർവേ, പാറ്റ അന്റാർട്ടിക്കയിൽ ഒരു ജീവിക്കും. നമ്മളതിനെ വില കുറച്ച്, അത് ഒരു പാറ്റയെ കൊല്ലാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു. പാറ്റ വളരെ ഹാർഡസ്റ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ അതെന്താ സക്സസ്ഫുൾ അല്ലേ? അതിന് വലിയ സ്കൈ സ്ക്രാപ്പറും AI ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് മോശം ചെയ്യുകയാണ്. പക്ഷെ നോക്കൂ, മനുഷ്യൻ ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് പാറ്റകൾ ഭൂമിയിലുണ്ട്. നമ്മളുണ്ടായിട്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളാണോ പാറ്റയാണോ കൂടുതൽ സക്സസ്ഫുൾ? പാറ്റയാണ്, നിസ്സംശയം പറ, പാറ്റയാണ് കൂടുതൽ സക്സസ്ഫുൾ. നമ്മുടെ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുന്നതിന്റെ കുഴപ്പമാണ്. അപ്പോൾ DNA തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ മാത്രമാണ് ശരിക്കും ഈ ജാതികൾ തമ്മിലുള്ളത്. പക്ഷെ ചില വ്യത്യാസങ്ങൾ പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഈ ഇടകലരാനുള്ള സാഹചര്യങ്ങളില്ല. ജാതി മാറി വിവാഹം കഴിക്കുന്നില്ല, പണ്ട് പോലെ അങ്ങനെയാണ്. അതിനകത്ത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയൊക്കെ നിർത്തിയിരുന്നതുകൊണ്ട് നമ്മുടെ ചരിത്രമാണ് ഈ ജാതികളെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മതങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മതങ്ങൾ എന്തുകൊണ്ടാണ് മിശ്ര വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മളായിട്ട് സൃഷ്ടിച്ചെടുത്ത വ്യത്യാസങ്ങളാണ്. അതിലൊരു ചോദ്യം കൂടെ ഉള്ളത്, ഈ സ്പെസിമെൻ എടുക്കണമല്ലോ. നമുക്ക് ഈ ബയോടെക്നോളജി നടന്ന പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സ്പെസിമെൻ കളക്ട് ചെയ്യുക? ഇന്ന ജാതിക്കാരാണെന്നുള്ളത് നമ്മൾ, എനിക്ക് അതിന്റെ എക്സാക്ട് അവരെങ്ങനെ കളക്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ എല്ലാവരുടെയും ഡെമോഗ്രാഫിക് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തിരിച്ച് മ്യൂസിക്കിലേക്ക് പോയാൽ ഈ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളാണല്ലോ നമ്മൾ ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻസ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്തിനാ ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ചിട്ടപ്പെടുത്തിയ സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ നഞ്ചിയമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാനി പിന്നെ ഈ കർണാട്ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ ജാട കുറച്ചിലുണ്ട്. 2 വിഭാഗങ്ങളെ സംബന്ധിച്ച് ജാട കുറച്ചിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും അല്ലാത്ത മ്യൂസിക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാകുന്ന സമൂഹങ്ങളിലൊക്കെ ഇത് ചിട്ടപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായി വരും. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഈ ചിട്ടപ്പെടുത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോർമലൈസ് ചെയ്യലാണ്. ഫോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്തുള്ള സിദ്ധാന്തങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, സ്ട്രക്ചർ മനസ്സിലാക്കി പ്രയോഗിക്കുക. ഇത് മനസ്സിലാക്കാതെ പ്രയോഗിക്കാൻ കഴിയും നമുക്ക്. ഈ മ്യൂസിക് ആയാലും അങ്ങനത്തെ എല്ലാ സ്കില്ലുകൾക്കും ഒരു ജനറ്റിക് പാർട്ടുണ്ട്, നമ്മുടെ ഒരു ഇന്നേറ്റ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ
മ്യൂസിക് ചെയ്യുമ്പോൾ, പാട്ട് പാടുകയോ ഒരു ഉപകരണം വായിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില എബിലിറ്റീസ് ആവശ്യമാണ്. ആ എബിലിറ്റീസ് ജന്മന കിട്ടണമെന്നില്ല, ജന്മന കിട്ടിയാലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിന് വ്യക്തമായ പഠനങ്ങളുണ്ട്. ജന്മന കിട്ടിയാലും അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റും. മസ്തിഷ്കത്തിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രത്യേകത നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദൈവദത്തമായിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും ഒരാളുടെ കഴിവിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അയാൾ ചെയ്യുന്നത് ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞൊരു ഗായകൻ, അദ്ദേഹം എല്ലായിടത്തും ദൈവകൃപയാൽ എന്നൊക്കെ പറയുമെങ്കിലും ഞാനത് അങ്ങനെയല്ല കരുതുന്നത്. അദ്ദേഹം അതിന് പിന്നിൽ നടത്തിയിരിക്കുന്ന അധ്വാനം, ഈ പ്രായത്തിലും തുടരുന്ന ആ എഫേർട്ടും പ്രാക്ടീസും അതിന് മുലകുറച്ചാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മോനെ ഒരാൾക്ക് ഒരു നന്നായിട്ട് പാടിയ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് അവാർഡ് കൊടുത്തിട്ട് മോനെ ദൈവദത്തമായ കഴിവാണെന്ന് പറയുന്നത് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന പറയണം. അവൻ എന്തോരം പഠിച്ചിട്ടായിരിക്കും ആ പാട്ട് പാടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഏരിയ. ഞാൻ പറഞ്ഞു, നമുക്ക് അയാൾക്ക് വേണ്ട സ്കില്ല് അത് ജന്മന കിട്ടുന്ന കുറച്ചൊക്കെ ജന്മന കിട്ടും. ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഈ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് ഇഫ് ടാലൻറ്റ് ഡസ് നോട്ട് വർക്ക് ഹാർഡ് എന്നാണ്. കഠിനാധ്വാനം നേരെ ടാലൻറ്റ് കുറച്ച് കിട്ടും. നമ്മൾ സ്റ്റേജിൽ കാണുന്ന ടാലൻ്റ് അല്ല, പെർഫോമൻസ് ആണ്. അത് എത്രത്തോളം അതിനകത്ത് ജന്മന കിട്ടിയതുകൊണ്ട് എത്രത്തോളം പഠിച്ചെടുത്തതാണെന്ന് അയാൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ മ്യൂസിക് ചെയ്യുമ്പോൾ, മ്യൂസിക് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ചില സ്കില്ലുകൾ, ഒന്ന് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയണം. ശബ്ദത്തിന് പല ഗുണങ്ങളുണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്. അതിൽ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ പിച്ചാണ്. അതായത് ശബ്ദം എത്രത്തോളം ഷാർപ്പാണ്, എത്രത്തോളം ഫ്ലാറ്റാണ്. ആ വാക്കാണ് പൊതുവെ ഉപയോഗിക്കാറില്ല. ശബ്ദത്തിൻ്റെ ഈ രണ്ട് സൗണ്ടും തമ്മിലുള്ളത് ശരിക്കും പിച്ച് വ്യത്യാസമാണ്. ഇത് ഒരാൾക്ക് എത്രത്തോളം ചെറിയ വ്യത്യാസം മനസ്സിലാവും. ചില ആളുകൾക്ക് ജന്മന തന്നെ ചെറിയ വ്യത്യാസം പിടികിട്ടും. ചില ആളുകൾക്ക് അത് ടോണൽ ഡെഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവില്ല, ശബ്ദം മാത്രമേ പിടികിട്ടൂ. ശബ്ദം കേൾക്കും, പക്ഷെ അവർക്ക് ഈ പിച്ച് ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒച്ചയാണ്, ഇത് തമ്മിൽ പിച്ച് വ്യത്യാസമുള്ളത്. ഇത് രണ്ട് പിച്ച് വ്യത്യാസം ഇല്ല. അതായത് ശബ്ദത്തിലുള്ള അളവാണ് കൂടുന്നത്. നമ്മൾ റേഡിയോയുടെ സൗണ്ട് കൂട്ടുന്നത് പോലെയാണ്. പിച്ച് മാറുന്നത് അങ്ങനെയല്ല. അപ്പം ഈ ലെവൽ വ്യത്യാസമല്ല പിച്ച് ഡിഫറൻസ്. ഇനി ടാമ്പർ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. ഒരേ പിച്ചാണെങ്കിൽ പോലും അതിങ്ങനെ ചുറ്റുമൊക്കെ തട്ടി പ്രതിഫലിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കുറേ ഓവർ ടോൺസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യും. അപ്പോൾ അത് വേറൊരു സൗണ്ടായിട്ട്, വേറൊരു സ്വഭാവമാണ് ശബ്ദത്തിൻ്റെ. അതായത് ഇപ്പോൾ സാ എന്ന് നമ്മൾ പറയുന്ന ഒരു മ്യൂസിക്കൽ നോട്ട് ഒരു ഗിറ്റാറിൽ വായിക്കുന്നതും വീണയിൽ വായിക്കുന്നതും കേൾക്കാൻ വ്യത്യാസമാണ്. ഒരേ നോട്ടാണ്, അതിൻ്റെ ബേസിക് ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷെ ആ ഫ്രീക്വൻസിയിലേക്ക് വീണ ആഡ് ചെയ്യുന്ന ഓവർ ടോൺസും ഗിറ്റാർ ആഡ് ചെയ്യുന്ന ഓവർ ടോൺസും വ്യത്യാസമുണ്ട്. ഇത് വ്യത്യാസം കൊണ്ടാണ് അതിനാണ് നമ്മൾ ശബ്ദത്തിൻ്റെ ടാമ്പർ, TIMBR ടാമ്പർ എന്ന് പറഞ്ഞാൽ വായിക്കുക. ഈ വ്യത്യാസമാണ് ഇൻസ്ട്രുമെന്റ്സിന് വ്യത്യാസമാക്കുന്നത്. ഇതേ വ്യത്യാസമാണ് ഒരു ഗായകൻ സാ എന്ന് പാടുമ്പോൾ ഉള്ള വ്യത്യാസം. യേശുദാസും വിധു പ്രതാപും ഒരേ സാ പാടുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തൊണ്ട ഉണ്ടാക്കുന്ന ഓവർ ടോൺസ് വ്യത്യാസമാണ്. ഒരേ നോട്ടാണ്, രണ്ടുപേർക്ക് ഒരേ നോട്ട് പാടാൻ പറ്റില്ലെങ്കിൽ പിച്ച് ഔട്ടാന്ന് പറയും. ഒരേ നോട്ടാണ് പാടുന്നത്, പക്ഷെ ഈ വ്യത്യാസം, ഇത് സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഇത് തിരിച്ചറിയാനും ഇത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ. പിന്നെ ഏറ്റവും പ്രധാനം റിതം, അതായത് അത് സമയത്തിൻ്റെ കണക്കാണ്. നിങ്ങൾ സമയം ഇപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ടപ്പ് ടപ്പിന് ഇടയ്ക്കുള്ള ഇൻ്റർവെല് ഈക്വലാണോ, ഈക്വലായിട്ട് നിർത്തി അടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ. അത് ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാവരും അടിച്ചാൽ ഒരേ സ്പീഡിൽ അടിക്കാൻ പറ്റണമെന്നില്ല. ആ റിതം പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സമയത്തെക്കുറിച്ച് ഐഡിയ വേണം. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ വലം കൈയായിട്ടുള്ള ആൾക്കാർ, റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഗിറ്റാർ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഏത് കൈയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൈയാണ് പണിയെടുക്കുന്നത്. പക്ഷേ വലം കൈ ആണെങ്കിൽ ഈ കൈ അല്ലേ കൂടുതൽ പണി ഏൽപ്പിക്കേണ്ടത്, ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൈ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, ഇതാണ് പണിയെടുക്കുന്നത്. വലം കൈയുള്ള ഒരാൾ വയലിൻ വായിക്കുമ്പോഴും പണി കൂടുതലെടുക്കുന്ന ഈ കൈയാണ്. ഇത് വെറുതെ ബോയിനാക്കുന്നത്. ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറഞ്ഞ ടൈമാണ്. ഇത് ഏത് ഇൻ്റർവെൽ അടിക്കുന്നു എന്നുള്ളത് വലം കൈയുള്ള ആൾക്ക് വലത്തെ കൈ വെച്ച് ചെയ്യാനാണ് എളുപ്പം. അതുകൊണ്ടാണ് പണി കാണുമ്പോൾ അധ്വാനം കുറവാണെങ്കിലും സ്കില്ല് കൂടുതലും പ്രിസിഷൻ കൂടുതലും വേണ്ടത് വലത്തെ കൈയാണ്. ഈ കൈ വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇടം കൈയും ഗിറ്റാർ വായിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ വെച്ചാണ് അവർ തട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടൈമിങ് കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ ഈ അഭിനേതാക്കളെ കുറിച്ചും പറയുമല്ലോ, ടൈമിങ്. മറ്റേ പറഞ്ഞു നിർത്തി നേരത്തെ പറഞ്ഞാൽ ഓവറായി പോവും, ലാഗ് വന്നു കഴിഞ്ഞാൽ ഓവറായി തെറ്റുക. ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഇത് ഒരു സ്കില്ലാണ്. അപ്പോൾ മ്യൂസിക്കിന് ഇതാണ് സ്കില്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ സ്കില്ല് വേറെയാണ്. ബോളിനെ നിങ്ങൾക്ക് പൊസിഷൻ ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാനും ബോൾ കണ്ടടിക്കുന്നില്ല. അപ്പുറത്തെ സ്റ്റമ്പിനോട് നിന്ന് ബോൾ ഇങ്ങോട്ട് വരുമല്ലോ. ബോളറുടെ കയ്യിൽ നിന്ന് ബോൾ റിലീസായി കഴിഞ്ഞാൽ നല്ല സ്പീഡിലായി ബോൾ വരുന്നു. ഇയാൾക്ക് ഇത്ര അടുത്ത് വരുമ്പോൾ ബ്രെയിൻ ഇത് കണ്ട് ഇത് ബോൾ ഇവിടെ എത്തി അടിക്കണമെന്ന് പറയുന്ന സമയത്ത് ബോളങ്ങ് പോകും.
കുറച്ച് നേരത്തെ തന്നെ ബോൾ ഇവിടെ വരുമെന്ന് മനസ്സിലാക്കി വീശി അടിക്കുകയാണ് ചെയ്യുന്നത്. ബോൾ അടിക്കുന്ന സമയത്ത് ബോളിനെ കാണുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ ബോൾ പോകും. പിന്നെ ഈ അടിച്ചു കഴിഞ്ഞാൽ ഈ ബോളിൻ്റെ സ്പീഡ് അത് ഏത് ആംഗിളിലാണ് വരുന്നത്, ആംഗിളൊന്നും അളക്കാനൊന്നും അറിയണമെന്നില്ല, പക്ഷേ ഇതിനൊരു ഫീൽ ഉണ്ട് ഉള്ളിൽ, ഇൻസൈറ്റ്. അതനുസരിച്ചിട്ട് മെൻ്റൽ മാപ്പ് ഓഫ് ദ പിച്ച് ഉണ്ട്, ഫീൽഡേഴ്സ് എവിടെ കാണാൻ നിൽക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ സച്ചിനൊക്കെ കളിക്കുമ്പോൾ അവർ ഈ ഗ്യാലറി ശ്രദ്ധിക്കത്തേ ഇല്ലല്ലോ. ഇങ്ങനൊരു നോട്ടം നോക്കും, ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ അവർ കടിക്കുമ്പം നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ആൾക്കാർ ഒച്ച ഉണ്ടാക്കുകയും കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ കാൽക്കുലേഷൻ എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു അത് വേറൊരു തരം എബിലിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം മ്യൂസിക്കിന് ഇങ്ങനെ കുറേ എബിലിറ്റീസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇന്നേറ്റായിട്ട് ചെയ്യുന്നത് ഇതാണ് സ്വരം അല്ലെ ഇതാണ് താളം എന്നൊന്നും വിളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ചിലപ്പോൾ ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ നഞ്ചിയമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. നഞ്ചിയമ്മയുടെ സ്വരശുദ്ധി എന്ന് പറയുന്നത് അവർ പിച്ചിനെ പിടിച്ചു നിർത്തുന്ന കഴിവെന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് സിംഗേഴ്സിനെ അത്ഭുതപ്പെടുന്ന തരത്തിലാണ്. അവർ പാട്ട് പിച്ച് നിർത്തി സസ്റ്റെയിൻ ചെയ്തൊന്നും പാടി പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത് അവരുടെ ഇന്നേറ്റ് കഴിവാണ്. പക്ഷെ അവർ പാടി ചിലപ്പോൾ അവർക്ക് ആ ഒരു നേക്ക് പിടിയിട്ടിട്ടുണ്ടാവാം, അങ്ങനെ ചെയ്യണം. പക്ഷെ അവർക്ക് അത് പിച്ചാണ് അവർക്ക് നിർത്തുന്നതെന്നോ അവർ ഈ റിതമാണ് ഫോളോ ചെയ്യുന്നതെന്നൊന്നും പറയാൻ ചിലപ്പോൾ അവർക്കില്ല. പക്ഷേ നമുക്കത് അങ്ങനെ വിളിക്കണമെന്നില്ലല്ലോ. അത്രയും കാര്യങ്ങൾ പാലിക്കപ്പെട്ടാൽ അത് മ്യൂസിക്കലാവും. അത് എത്രത്തോളം കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ മ്യൂസിക്കിന്റെ ക്വാളിറ്റി വിടും. അപ്പോൾ അതുകൊണ്ട് ഈ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ശുദ്ധ സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. ശരിക്കും അസ്ഥാനത്തുള്ള വിവാദങ്ങളാണ്. നിങ്ങളതിനെ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, അവർ പാടുന്നത് പോലെ പിച്ച് നിർത്തി പാടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, അതാണ് ചോദിക്കുന്നത്. അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശുദ്ധ സംഗീതം.